വളരെ ദുരൂഹതകളുള്ള, എന്നാൽ അറിയണമെന്നെല്ലാവരും ആഗ്രഹിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മൾ മരണാനന്തരത്തിൽ ചർച്ച ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരണത്തിനപ്പുറം എന്താണ്? ശാസ്ത്രലോകം പോലും ചില സമയത്ത് ചില ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞർ ഹിപ്നോട്ടിസം എന്ന പ്രക്രിയയിൽ കൂടെ ജീവിതത്തെ മുൻ കാലഘട്ടങ്ങളിലേക്ക്, മുൻ ജന്മങ്ങളിലേക്ക് കൊണ്ടുപോയതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലരിത് വിശ്വസിക്കുന്നു, ചിലരിത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ശാസ്ത്രം കൂടുതൽ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തെളിയിക്കാൻ കഴിയുന്നതാണോ? ഈ ജ്ഞാനത്തെ എങ്ങനെ മനസ്സിലാക്കാം? ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പമുള്ളത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ചുമതല വഹിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബെഞ്ചിയാണ്. ബെഞ്ചി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം ശാന്തി. കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും ചില ദുരൂഹതകൾ ഇതിൽ ഇനി അവശേഷിക്കുന്നുണ്ട്. ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു, ഞാൻ പുറത്ത് കിടക്കും, വേറെ ശരീരം എടുക്കും എന്ന് പറഞ്ഞു, അതെല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ചിലർ തൻ്റെ ദുഷ്കർമ്മം കൊണ്ട് അത് വൈകിക്കുന്നതായിട്ടും മനസ്സിലാക്കി. അതിൻ്റെ ശിക്ഷ എന്നോണം കുറച്ചു കാലം ശരീരമില്ലാതെ നിൽക്കും എന്ന് സിസ്റ്റർ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും, വളരെ ദുർബലരായവരുടെ ശരീരം എടുക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങളും നടത്തുന്നതായി പറഞ്ഞു. ഇതെല്ലാം ഇരിക്കെ തന്നെ വീണ്ടും ചില ദുരൂഹതകൾ അതിൽ അവശേഷിക്കുന്നു. മനുഷ്യ ആത്മാവായിരിക്കുന്ന ഞാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായും അടുത്ത ശരീരം എടുക്കും. അത് പട്ടിയായോ പൂച്ചയായോ എടുക്കുമോ? അങ്ങനെ എടുത്താൽ എത്ര കാലം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും? ഇതിന്റെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ രീതിയിൽ തന്നെ പറയാറുണ്ടല്ലോ, വിത്തിനനുസരിച്ച് വൃക്ഷം എന്നാ പറയാം. അപ്പൊ മനുഷ്യാത്മാവ് തീർച്ചയായിട്ടും ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പോകുള്ളൂ. കാരണം മനുഷ്യാത്മാവിന് അതിന് യോജിച്ച യോനി ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യാത്മാവ് മനുഷ്യ ഗർഭത്തിലേക്ക് പോയി തന്നെ ജന്മം എടുക്കും. നായയുടെ ആത്മാവ് നായിലേക്ക് തന്നെ പോകും. പൂച്ചയുടെ ആത്മാവ് പൂച്ചയിലേക്ക് തന്നെ പോകും. ഞാൻ ഒരുപാട് ദുഷ്കർമ്മം ചെയ്ത്, പിന്നെ തെറ്റിന് എന്തായാലും ശിക്ഷ ഉണ്ടല്ലോ, കർമ്മത്തിന് എന്തായാലും ഫലമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പട്ടിയായും പൂച്ചയൊക്കെ അത് അനുഭവിക്കേണ്ടേ? നോക്കൂ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മനുഷ്യ ശരീരത്തിലിരുന്ന് ആത്മാവി ശരീരത്തിൽ ഉപയോഗിച്ച് എന്ത് നമ്മൾ തെറ്റുകൾ ചെയ്തോ, വികർമ്മം ചെയ്തോ, അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ നായയും പൂച്ചയും ഒക്കെ ആയിട്ട് എന്തിനു ജനിക്കണം? എന്തുകൊണ്ടെന്ന് ജന്മങ്ങളാണ് എന്നല്ലേ? മനുഷ്യ ജീവിതത്തിൽ തന്നെ മൃഗങ്ങളെക്കാളും അധപ്പതിച്ച ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, ചില വീടുകളില് നായ്ക്കളെല്ലാം സോഫയിലാണ് കിടക്കുന്ന ഉറങ്ങുക. അവർക്ക് ബ്രെഡും പാലും കൊടുത്താൽ വളർത്തുക. ഒരു നേരം ഭക്ഷണം കഴിക്കാനും വകയില്ലാതെ തെരുവ് തോറും കുപ്പത്തൊട്ടികളില് ഭക്ഷണത്തിന് വേണ്ടി പരതുന്ന മനുഷ്യക്കോലങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുന്ന ചിത്രങ്ങൾ നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യജന്മത്തില് തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി നായാകണം, പൂച്ചയാകണം, പുഴുവാകണം എന്നൊന്നുമില്ല. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നായേക്കാൾ അല്ലെങ്കിൽ പുഴുവിനേക്കാൾ അല്ലെങ്കിൽ മോശമായ, അവരെക്കാളും എത്രയോ അധപ്പതിച്ച തരത്തിലുള്ള ആ ശിക്ഷകള് അല്ലെങ്കിൽ അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രം നായാകണം, പൂച്ചയാകണം എന്നൊന്നുമില്ല. തീർച്ചയായിട്ടും മനുഷ്യാത്മാവ് മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ പോവും. മനുഷ്യ ജന്മങ്ങൾ തന്നെ സ്ത്രീയും പുരുഷനായിട്ട് നമ്മൾ മാറി മാറി ജന്മം. ഇത് കേവലം ഒരു സിദ്ധാന്തം മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ടെന്നല്ലേ, ഈ സിദ്ധാന്തം വന്നതിന്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ. അതായത് പൂർവികര് ആരാണോ നമുക്ക് ഈ അറിവുകൾ ഈ രീതിയിൽ അവതരിപ്പിച്ചു തന്നത്, പ്രസന്റ് ചെയ്തത്, അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷ ഇങ്ങനെ കിട്ടും പറയാറുണ്ടല്ലോ. ഗരുഡ പുരാണത്തിലൊക്കെ ശിക്ഷകളെ കുറിച്ച് വലിയ ഭയങ്കരമായിട്ട് എഴുതിയതായിട്ട് പറയാറുണ്ടല്ലോ. എണ്ണയിലിട്ട് വറുക്കും, ആട്ടക്കുളത്തിൽ പോയി വീഴും,
എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കണേ? എന്തുകൊണ്ടെന്നാൽ കടുത്ത ശിക്ഷകൾ കിട്ടും. ഈ തിരിച്ചറിവ് നമുക്ക് വന്നാൽ തെറ്റ് ചെയ്യാതിരിക്കും. അപ്പൊ തെറ്റുകളിൽ നിന്ന് ഭയപ്പെടുത്തി പിന്മാറ്റുക എന്നൊരു വ്യവസ്ഥിതി ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ രീതിയാണ് ഇതിന്റെ പിന്നിലെ യുക്തി എന്ന് പറയുന്നത്. ഇപ്പൊ കൊച്ചുകുട്ടികള് ഭക്ഷണം കഴിക്കാൻ മടിക്കുമ്പോ അമ്മമാര് കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഭക്ഷണം കൊടുക്കുമ്പോൾ ഭൂതം വരും, പ്രേതം വരും, പോലീസ് വരും, വേഗം കഴിക്കൂ. അപ്പൊ ആ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം, അല്ലാതെ പോലീസ് വരുന്നോ ഭൂതം വരുന്നോ അല്ല അവിടെ വിഷയം. അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ആ ഭക്ഷണം കുട്ടിയുടെ വയയുടെ ഉള്ളിലാക്കി കൊടുക്കണം. അതേപോലെ പക്ഷെ ശരിക്കും ഇന്ന് അങ്ങനെ ഒരു ഭയം പോലും കാണുന്നില്ലല്ലേ? ഭയപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് ആർക്കും അത്തരം അപ്പൊ നായയാകും പൂച്ചയാകും അതുകൊണ്ട് വികർമ്മം ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്ത പോലും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭയം നമ്മളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതായത് തെറ്റുകളോട് ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് തെറ്റുകളോടും ഭയമില്ല, ശിക്ഷകളോടും ഭയമില്ല. തെറ്റുകൾ ശരികളായി മാറിയിരിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മനുഷ്യനായി തന്നെ തുടരുന്നു. പിന്നെ നമ്മൾ സാധാരണ മരണം നമുക്ക് വലിയൊരു ദുരൂഹതയായതുകൊണ്ട്, സംഭ്രമിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് എന്നാണ് നമ്മൾ പറയുന്നത്. വേർപാടിന്റെ വേദനയാണ്. അപ്പോ അത് എത്രയോ കാലം നീണ്ടു നിൽക്കുന്നു പലപ്പോഴും. അത് പക്ഷെ നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥം നമ്മളുടെ വേണ്ടപ്പെട്ടവരാരും വേർപെടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മളുടെ ആരും മരിച്ചുപോയോ, ഇപ്പൊ നോക്കൂ, നമ്മളുടെ പ്രിയപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ, ഇന്നാള് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ അതൊക്കെയാണല്ലോ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഹസ്ബൻഡ്. അപ്പൊ അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധങ്ങളില് അവര് നമ്മളെ വിട്ട് പിരിയുമ്പോഴാണ് നമുക്ക് വളരെ ദുഃഖം കൂടുതലുണ്ടാകുക. അപ്പൊ അങ്ങനെ നമ്മളുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് മരിച്ചിട്ട് 10 വർഷമായി എന്നിരിക്കട്ടെ, യഥാർത്ഥത്തിൽ 10 വർഷമായിട്ട് അവര് നമ്മളെ വേർപെട്ടു പോയി എന്നാണ് നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്. അത് കാരണം ദുഃഖം ഉണ്ടാവണേ. അപ്പൊ യഥാർത്ഥത്തിൽ 10 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞായിട്ട് എവിടെയോ ജനിച്ചിട്ടുണ്ട്, എവിടെയോ ജനിച്ച് ജീവിച്ച ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ ആ 10 വർഷം പ്രായമായ ഒരു കുട്ടിയാണ് ഇപ്പോൾ. ഒരു ചെറിയ സംശയം, ആ കുട്ടിക്ക് 10 കൊല്ലം മുമ്പ്, അതായത് ഇപ്പോ എന്റെ ഫാമിലിയിലുള്ള ഒരാൾ പോയി, അവർക്ക് ഞാനിവിടെ അവരെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവരെ കുറിച്ച് ചിന്തിക്കുന്നു, ഇത് അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമ്മൾ പറഞ്ഞല്ലോ ഞാൻ എന്ന് പറഞ്ഞ ആത്മാവാണ്. ഞാൻ സംസാരിക്കാത്ത ആത്മാവ് ഈ കർമ്മേന്ദ്രിയത്തിലൂടെ വായിലൂടെ സംസാരിക്കണം. അപ്പൊ ഇതെല്ലാം ഉപകരണങ്ങളാ, കാണാനും കേൾക്കാനും സംസാരിക്കാനും എല്ലാം ഉള്ള. ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ ആത്മാവ് ഊർജമാണ്. ഊർജം, നമ്മൾ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എനർജി എക്സ്ചേഞ്ച് ആണ്, ഊർജത്തിന്റെ കൈമാറ്റമാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നാള് വേർപിരിഞ്ഞു പോയി, 10 വർഷമായി, അവരെവിടെ ഇരുന്നാലും അവരെക്കുറിച്ച് ഞാൻ ഇവിടെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഇരുന്ന് ഓർമ്മിച്ച് ദുഃഖിക്കുക അല്ലെങ്കിൽ കരയുക, അവരെക്കുറിച്ച് ഇപ്പോഴും ഞാൻ വേദനിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ വിഷമത്തിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ തരംഗങ്ങൾ എനർജിയാണല്ലോ. എനർജി, ആ ഊർജ തരംഗങ്ങൾ, എൻ്റെ വാക്കുകളാണെങ്കിൽ ഊർജമാണ്, സങ്കല്പത്തിലൂടെയാണെങ്കിൽ ഊർജമാണ്. ആ എനർജി തരംഗങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിലൂടെ തീർച്ചയായിട്ടും സഞ്ചരിക്കും. ആ എനർജിയുടെ അടുത്തേക്ക് എത്തിച്ചേരും. ആ ഊർജ തരംഗങ്ങൾ, അതിൻ്റെ ഫീലിങ്സ് ഉണ്ടാവും. നമ്മൾ ദുഃഖത്തിന്റെ ഫീലിംഗ് ഉണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് അറിയാതെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. എന്താണ് എന്ന് വ്യക്തമാകണമെന്നില്ല. എൻ്റെ ഇന്നാൾ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ആ ഓർമ്മയുണ്ടാകില്ല. കാരണം പൂർവ്വജന്മത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മറന്നുപോകും. ഇപ്പൊ ഒരു വീട്ടിൽ 10 വർഷം പ്രായമുള്ള കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു കഴിയുമ്പോൾ എനിക്ക് പൂർവ്വജന്മത്തിൽ ഞാൻ ഏത് വീട്ടില് അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ അല്ലെ ഹസ്ബൻഡായിരുന്നോ വൈഫായിരുന്നോ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് മരണം, അതായത് ആത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ, ആ എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നതിന്റെ ഇടയിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മകൾ മെല്ലെ മെല്ലെ ഈ ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നതിന് ഇടയിലുള്ള ആ സമയത്തിൽ നമ്മുടെ കോൺഷ്യസ്നെസ്, ആ പവർഫുൾ കോൺഷ്യസ്നെസ് കുറഞ്ഞ് ആ പവർഫുൾ കോൺഷ്യസ്നെസ് നമ്മൾ സബ് കോൺഷ്യസ് ലെവലിലേക്ക് അത് മർജായി അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ ഓർമ്മകൾ മർജാകും. അതുകൊണ്ട് പിന്നെ കുട്ടി ആയിട്ട് ജനിച്ച് വളർന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ നമുക്ക് ആ ജന്മത്തിൽ നമ്മുടെ അച്ഛനും അമ്മ, ആ ബന്ധുമിത്രാദികളുടെ ഓർമ്മയെ സാധാരണ രീതിയിൽ നോർമൽ ലെവലിൽ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ചില എക്സെപ്ഷണൽ കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പൂർവ്വജന്മത്തെ തന്റെ അച്ഛനെ പേപ്പറിലൊക്കെ അപൂർവമായിട്ട് ചില അത് എക്സെപ്ഷണൽ കേസസ് ആണ്. ചിലർക്ക് ഓർമ്മ വരും. പക്ഷെ യഥാർത്ഥത്തിൽ സിസ്റ്റർ പറഞ്ഞനുസരിച്ച് അത് നമ്മുടെ സബ് കോൺഷ്യസിൽ തന്നെ കിടക്കുന്നുണ്ടാവും, മർജ് രൂപത്തിലാണെന്ന് മാത്രം.
മേർജായിട്ട് യഥാർത്ഥത്തിൽ നമ്മളും അതുകൊണ്ടാണ് മറക്കുന്നില്ല. അതുകൊണ്ടാണ് ചെറിയ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങള് ജനിച്ച് കുട്ടികൾ കിടക്കുന്ന അല്ല കുട്ടികൾ കിടക്കുന്ന സമയത്ത് ചില സമയത്ത് കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നതാണ് വെറുതെ കിടന്നുകൊണ്ട്. അതായത് 6 മാസം വരെയൊക്കെ അമ്മമാര് പറയുന്നത് കേൾക്കാം. 6 മാസം എന്തിനാ ചിരിക്കണം എന്തിനാ കരയണമെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അപ്പൊ പൂർവ്വകാല സ്മൃതികൾ ഉണരുന്നുണ്ടാവും. ഒന്ന് ഈ ഭയത്തിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ സ്മൃതി, അപ്പോഴാണ് ദുഃഖിക്കണേ കരയണേ. സന്തോഷം നൽകിയ ചില സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവും, അപ്പോഴായിരിക്കും ചിരിക്കുന്നത് ആ കുഞ്ഞ്. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ നോർമൽ ലൈഫില് അത് മർജായി പോവും. മെല്ലെ മെല്ലെ സ്മൃതി നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഈ ജന്മത്തെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാര്യവ്യവഹാരങ്ങളിലേക്ക് ഏർപ്പെടുന്നതിനനുസരിച്ച് പഴയ സ്മൃതികൾ മർജാകും. ഈ പുതിയ ജന്മത്തിലെ കാര്യങ്ങൾ എമർജാകും. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ കരയുന്നൊന്നുമില്ല, അവരെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഓർമ്മിക്കുന്നത് അവർക്കൊരല്പം പോലും അറിയുന്നില്ല എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ വേറൊരു സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞില്ലേ. നാടകശാല മാറി, കോസ്റ്റ്യൂം, നമ്മുടെ വസ്ത്രം മാറി, റോള് മാറി, അച്ഛൻ മാറി, അമ്മ മാറി, എല്ലാം മാറുമ്പോ അവർക്ക് നമ്മളെ ഓർമ്മ വരില്ല. എങ്ങനെ ഓർമ്മിക്കാൻ പറ്റും? കാരണം അവർക്ക് ആ ജന്മത്തിൽ ഇപ്പൊ തന്നെ വേറെ ഒന്നും വേണ്ട, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു പ്രഭാത് ഭായി ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എവിടെയായിരുന്നു, അല്ലെ സ്ത്രീ ആയിരുന്നോ പുരുഷനായിരുന്നോ, ഹിന്ദു ആയിരുന്നോ മുസൽമാൻ ആയിരുന്നോ, ഇന്ത്യയിൽ തന്നെ ആയിരുന്നോ നമ്മൾ ജീവിച്ചിരുന്നത്, ഇതുപോലെ നമുക്കാർക്കും ഓർമ്മയില്ലല്ലോ. സിസ്റ്റർ, ഇതൊരു വലിയ പോയിന്റാണ്. കാരണം ഇപ്പൊ അത് ചിന്തിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ ചുറ്റുമുള്ളവരോട് ഭയങ്കര സ്നേഹം, പക്ഷേ ഇതിനേക്കാൾ സ്നേഹം എനിക്ക് മുമ്പ് കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മറവി അനുഗ്രഹമാണെന്ന് പറയില്ലേ. ഈ അർത്ഥത്തിലാണ് ഡ്രാമയിൽ നമുക്ക് ഈ പാർട്ട് അഭിനയിക്കാൻ. അതുകൊണ്ടാണ് അത് പൂർവ്വജന്മ കാര്യങ്ങൾ മറന്നതുകൊണ്ടാണ് നമുക്ക് ഈ പാർട്ട് ഇപ്പൊ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, പൂർവ്വജന്മത്തെ നമ്മുടെ അച്ഛനെ അമ്മയും ഹസ്ബൻഡിനെയൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തെ അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ വൈഫിന്റെ കൂടെ മക്കളുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അത് മാത്രമല്ല ഇങ്ങനെയും വരാം, ഒരുപക്ഷെ പൂർവ്വജന്മത്തിൽ നമ്മുടെ വേറൊരു ബന്ധു അല്ലെ അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശനായിരുന്ന ആ റോൾ അഭിനയിച്ച് അതേ സോള് തന്നെ ഈ ജന്മത്തിൽ നമ്മളുമായിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിൽ വരാം, അതേ ഫാമിലിയിൽ തന്നെ വേണമെങ്കിൽ വരാം. അപ്പൊ നമുക്ക് അവരുമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ അച്ഛനായിരുന്നു അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മകൻ ആയി അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അപ്പൊ ആ രീതിയിലും റോളും മാറി മാറി. അതിന്റെ ഇടയിൽ അത് പറയുമ്പോൾ ഇന്ന് ഈ റിലേഷൻഷിപ്പ് വലിയൊരു ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പൊ എന്താണ് ഈ റിലേഷൻഷിപ്പ്? അപ്പൊ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൽ? ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും, കുറെ കാലം മുമ്പ് ഇവർ എന്റെ അച്ഛനും അമ്മയും ആയിരുന്നില്ല, വേറെ അച്ഛനും അമ്മയും. ഇനി ഞാൻ ചിലപ്പോ സിസ്റ്റർ പറയുന്ന പോലെ ശരീരം നിന്ന് പുറത്ത് കിടന്ന എനിക്ക് ഇനിയും അച്ഛനും അമ്മയും കിട്ടാം. അതെ. അപ്പൊ ഇതിൽ ആരാണ് എന്റെ? അതായത് യഥാർത്ഥത്തില് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് റിയൽ റിലേഷൻഷിപ്പ് ആത്മാവുമായിട്ടുള്ളതാണ്. ആത്മീയ ബന്ധുത്വം, അതാണ് യഥാർത്ഥ ബന്ധം, അതാണ് സ്ഥായിയായിട്ടുള്ളത്, അതാണ് നിത്യമായത്, സത്യമായത്. ആത്മബന്ധം. ചില ലെറ്ററൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതാറില്ലേ ആത്മബന്ധു, ധന്യാത്മൻ എന്നല്ല എഴുതാറില്ലേ. അപ്പൊ ആത്മാവുമായിട്ടാണ് ബന്ധം യഥാർത്ഥത്തിൽ. നമ്മൾ വേറൊരു വാക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇന്ന് കൂടുതൽ ഉപയോഗിച്ച് കാണുന്ന ഒരു വാക്ക് സിസ്റ്റർ പറഞ്ഞ ആത്മബന്ധു, രക്തബന്ധം. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ അത് ശരീരവുമായിട്ടുള്ള ബന്ധം. പക്ഷെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം ആത്മാവാണ്. അപ്പൊ ഞാൻ ആത്മാവാണ്. യഥാർത്ഥ എനിക്ക് ബന്ധം ആത്മാവുമായിട്ടാണ്. മറ്റേ ശരീരത്തിന്റെ ബന്ധമാണ്. ശരീരം നമുക്ക് ലഭിച്ചതാണല്ലോ, ബ്ലഡ് തയ്യാറാക്കിയത് ശരീരത്തെ അല്ലേ. അതുകൊണ്ട് ശരീരത്തിന്റെ ഇടയിലുള്ള ബന്ധുത്വം അത്. യഥാർത്ഥത്തിൽ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന ആത്മാവാണ്. അപ്പൊ ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ആത്മബന്ധം. ആത്മബന്ധമാണ് സദാകാലത്ത് നിലനിൽക്കുന്നത്. ശരിയാണ്. കാരണം ഈ രക്തബന്ധം എത്രയൊക്കെ മഹത്വം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ പൊതുവെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഫാമിലിക്ക് അകത്ത് തന്നെയാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ രക്തബന്ധം നോക്കുമ്പോൾ രക്തബന്ധം ഉള്ളവര് തമ്മിൽ വളരെ ക്ലോസ് ആയിരിക്കണം, സ്നേഹം കൂടുതലായിരിക്കണം. പക്ഷെ ഇന്ന് നമുക്കറിയാലോ രക്തബന്ധങ്ങൾക്കിടയിൽ തന്നെ എത്ര പ്രശ്നങ്ങളാ. അച്ഛനമ്മയെ കൊല്ലാൻ മടിക്കണില്ല, അമ്മ അച്ഛനെ വകവരുത്താൻ മടിക്കണില്ല, മക്കൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എല്ലാ ബന്ധങ്ങൾക്കിടയിലും എത്ര പാളിച്ചകളാണ് നമ്മൾ കാണുന്നത്, എത്ര വിള്ളലുകളാണ് നമ്മൾ കാണുന്നത്. പരസ്പരം വാളെടുക്കാനായിട്ട് അല്പസ്വത്തിന് വേണ്ടി, അല്പം സമ്പത്തിന് വേണ്ടിയിട്ട് അച്ഛനെ അമ്മയെ കൊല്ലാൻ മടിക്കാത്ത മക്കളുണ്ട്. എല്ലാം നമ്മൾ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് രക്തബന്ധങ്ങളും വിനാശിയാണല്ലോ.
ഇത് മാറി മാറി വരും. അതേസമയം ആത്മാവും തമ്മിലുള്ള ബന്ധം അവിനാശിയായിട്ടുള്ള ബന്ധമാണ്. പറയാറില്ലേ ആത്മാ ഭായി ഭായി എന്നാ പറയാം. ഇന്ത്യക്കാരനും ചൈനക്കാരും നമ്മൾ പറയില്ലേ ഭായി ഭായിയാണ്, സഹോദരങ്ങളാണ്. ശരിക്കും അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഈ പറയുന്ന മതങ്ങളുടെ വേർതിരിവ് പോലും അതുപോലും ഇല്ല. അത് നമ്മൾ സൃഷ്ടിച്ചതാണ്. മതവും നമ്മൾ സൃഷ്ടിച്ചതാണ്. ശരീരത്തിന്റെ മാത്രം റോളിലുള്ള വ്യത്യാസം. ഹിന്ദു ഫാമിലിയിൽ ജനിച്ചപ്പോ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കറിയോ ഞാൻ ഹിന്ദുവാണെന്ന്? അറിയില്ലല്ലോ. നമ്മുടെ അച്ഛനും അമ്മ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് പഠിപ്പിച്ചു വന്ന് നമ്മൾ ആ രീതിയിൽ ഞാൻ ഹിന്ദു ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ആത്മാവ് എന്ന് പറഞ്ഞു, ഇനി ഞാൻ ശരീരം വിട്ടു, എനിക്ക് മുസ്ലിം ആവാൻ പറ്റൂ? നമ്മുടെ കർമ്മം അനുസരിച്ച് എനിക്ക് അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. മുസ്ലിം ഫാമിലിയിൽ പോയി ജനിക്കണം അങ്ങനെ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. എത്രയോ മുസ്ലിം ഫാമിലിയിൽ ജനിക്കുന്നവരിൽ ഹൈന്ദവ സംസ്കാരമുണ്ട്. എത്രയോ ഹിന്ദു ഫാമിലിയിൽ ജനിക്കുന്നവർക്ക് മുസ്ലിം സംസ്കാരത്തോട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംസ്കാരത്തോട് ആഭിമുഖ്യം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആത്മാവിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ വേണമെങ്കിലും തീർച്ചയായിട്ടും ആ റോൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മള് ഹിന്ദു അല്ല, മുസൽമാനും അല്ല, ക്രിസ്ത്യനും അല്ല. ഞാൻ ആത്മാവാണ്. ആത്മാവിന് ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ല. പക്ഷെ കോസ്റ്റ്യൂമിലെ വ്യത്യാസം. മുസൽമാന്റെ ഫാമിലിയില് ആത്മാവ് എനിക്ക് ഒരു മുസ്ലിം ഫാമിലിയിൽ പോയി ജനിക്കാൻ റോൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകുന്നു, ആ കോസ്റ്റ്യൂം കിട്ടണു, ആ അച്ഛനും അമ്മയോടൊപ്പം ആ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അതിന് നല്ല സാധ്യതകളുണ്ട്. അങ്ങനെ ലോകത്ത് നടക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ചില ആത്മാക്കള് ഇപ്പൊ ഹൈന്ദവ ഫാമിലിയിലുള്ളവര് ചില ക്രിസ്ത്യൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്, ക്രിസ്ത്യൻ സംസ്കാരത്തിലേക്ക്. അതേപോലെ എല്ലാ ധർമ്മങ്ങളിലും നമ്മൾ നോക്കിയ കൺവേർഷൻസ് ഒക്കെ കാണാമല്ലോ. ഇത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ഇപ്പൊ ഈ മതങ്ങളുടെ വേർതിരിവ് പോലെ ഇപ്പൊ ഞാൻ ആത്മാവാണെന്ന് പറയുമ്പോൾ ഇതിലൊക്കെ വലിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇനിയും ധാരാളം പേര് ഇത് മനസ്സിലാക്കിയേ പറ്റൂ. മഹത്തായ, അതായത് ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ ഒരു മാറ്റം നമ്മുടെ ലോകത്തിലുണ്ടാകണമെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ മാറ്റം വേണം. അത് ഒരു മഹാപരിവർത്തനമായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ജ്ഞാനം, ആത്മാവാണ് ഞാൻ, എന്നോടൊപ്പം പാർട്ടഭിനയിക്കുന്ന ഓരോരുത്തരും, അത് ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ഓരോരുത്തരും ആത്മാക്കളാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഭേദം തന്നെ ഇല്ലാതാകാൻ അതും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ഈ ദൃഷ്ടി കാരണം നമ്മൾ പേപ്പർ ഒന്നും എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല. അത്ര മോശം, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ തന്നെ നടക്കുന്ന സംഭവങ്ങൾ. ഇന്ന് നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈവൻ തീവ്രവാദം മുതല് വീടുകളിൽ നിന്ന് ആരംഭിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ വഴക്കിൽ നിന്ന് ആരംഭിച്ച് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരെ, അതേപോലെ സ്ത്രീ പുരുഷ വികാരി പ്രശ്നങ്ങള്, വികാരത്തിന്റെ പേരിൽ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങള് പോലും യഥാർത്ഥത്തില് ഇതിനെല്ലാം ഒരു സദാകാലത്തെ സമാധാനം ഉണ്ടാകണമെങ്കിൽ, പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആത്മബോധമുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറണം. ഞാൻ ആത്മാവാണ്. സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അതും ഒരാത്മാവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ്. നമ്മൾ പരസ്പരം ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായിട്ട് പ്രകാശരൂപത്തെ കാണാൻ തുടങ്ങിയാൽ, ആത്മബന്ധുവായിട്ട് കാണാൻ തുടങ്ങിയാൽ സ്ത്രീ എന്ന ബോധവും വരില്ല, പുരുഷൻ എന്ന ഫീലിംഗും വരില്ല. സ്ത്രീ പുരുഷൻ ആ ഫീലിംഗ് ആണ് വികാരത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ കാമവികാരം തുടങ്ങും, അല്ലെ ശത്രു മിത്രം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നമ്മുടെ വീടുകളിൽ ഇപ്പോ ഞാൻ പുരുഷനാണ്, ഞാൻ ആഹാരം കഴിച്ചാൽ ഞാൻ അങ്ങനെ എണീറ്റ് പോകും, പ്ലേറ്റ് വേറെ ആരെങ്കിലും കഴുകണം. ഈ ഒരു വ്യത്യാസം കൂടി എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും വീടുകളിൽ പോലും ആൺകുട്ടി പെൺകുട്ടി ആ ഒരു ഫീലിങ്ങിനുപരി നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ആത്മാവാണെന്ന ബോധം വന്നാൽ വീടുകളിൽ അച്ഛനമ്മമാരുടെ മനസ്സിൽ പോലും ആൺകുട്ടിക്ക് വേറൊരു സ്ഥാനം, പെൺകുട്ടിക്ക് വേറൊരു സ്ഥാനം, ആ വകഭേദം പോലും ഇല്ലാതാകും. പെൺകുട്ടികളെ ജനിക്കാൻ പാടില്ല, ആൺകുട്ടികൾ വേണം, അല്ലെ ആൺകുട്ടികൾക്ക് വേറെ സ്ഥാനം, പെൺകുട്ടികൾക്ക് വേറെ സ്ഥാനം, ഈ രീതിയിലുള്ള എന്തെല്ലാം വിവേചനങ്ങളുണ്ടോ, സ്ത്രീ പുരുഷ ഭേദം, ലിംഗഭേദം എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ലോകം, നമ്മുടെ സമൂഹം, വീടുകളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ എല്ലാത്തിനും റൂട്ട് കോസ് ഇതിൽ കിടക്കുകയാണ്. നമ്മൾ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കാൻ മുകളിൽ ശ്രമിക്കുകയാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് ഒരുപാട് ഈ പെൺ ഭ്രൂണഹത്യയെ കുറിച്ച് ഇന്ത്യയിൽ മുഴുവൻ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ആത്മജ്ഞാനത്തിന്റെ അവയർനെസ് ലോകത്തിൽ കിട്ടിയാൽ നമ്മൾ ശരിക്കും സ്കൂളുകളിൽ മുതൽ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ജീവിതത്തിലെ ആദ്യ പാഠമായിട്ട് നമ്മൾ ഈ പാഠം പഠിച്ചാൽ
ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആകാശത്തിലൂടെ പോകുന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കടലിലൂടെ പോകുന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഗവേഷണം നടത്തി അതെല്ലാം നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരാണ്, എന്റെ കൂടെയുള്ളത് ഓരോരുത്തരും ആരാണ്? പക്ഷെ സിസ്റ്റർ, ഈ ജ്ഞാനവും ബാലപാഠം, ഇതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന പാഠം. പലരും ആത്മാവിനെ നിഷേധിക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ഇതൊന്നും നമ്മൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്? സ്കൂളിൽ പഠിക്കാഞ്ഞത് കാരണമാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. എല്ലാ പ്രോബ്ലംസിന്റെയും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ അറിവ് നമുക്ക് സ്കൂൾ തലത്തിലേ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ആത്മീയമായിട്ടുള്ള ഉന്നതിയിലൂടെ നമ്മൾ പോയിരുന്നെങ്കിൽ, ആത്മീയ അവബോധം, ആ അവയർനെസ്സോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നില്ല നമുക്ക്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ആത്മീയ അവബോധമായിരുന്നു ഫസ്റ്റ് ലെസൺ. സിസ്റ്റർ, ഇത് വളരെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കാനിരുന്ന ചോദ്യങ്ങൾ വേറെ ആയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സിസ്റ്റർ പറഞ്ഞ പോലെയുള്ളൊരു പരിഹാരം ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഇത് കടന്ന് ചെല്ലേണ്ടിയിരിക്കുന്നു. കാരണം ബോധതലത്തില് പരിവർത്തനം ഉണ്ടാകുമ്പോൾ ദൃഷ്ടികോൺ മാറും. ദൃഷ്ടികോൺ മാറുമ്പോൾ നമ്മുടെ മനോഭാവം മാറും. മനോഭാവം മാറുമ്പോൾ നമ്മുടെ പെരുമാറ്റം മാറും. എല്ലാ കാര്യങ്ങളിലും പരിവർത്തനം ഉണ്ടാവും. പരിവർത്തനത്തിന്റെ ഒരു ശൃംഖല തന്നെ സംഭവിക്കും. ഇന്നത്തെ ഈ മനോഹരമായ ചർച്ചയ്ക്ക് എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ചോദിക്കാൻ, മനസ്സിലാക്കാൻ. എന്നാൽ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരമുണ്ട്, അതിന് സമാധാനമുണ്ട്. പക്ഷേ ആത്മജ്ഞാനത്തിൽ നിന്ന് തുടങ്ങണം. മരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ ആത്മാവ്, ഞാൻ ഇപ്പോഴും ആത്മാവാണ്, എല്ലാ ശക്തിയുമുള്ള ആത്മാവാണ്. ഇതാണിന്ന് സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നത്. ഈ പാഠത്തെ നമുക്ക് ഉൾക്കൊള്ളാം, ജീവിതത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം. കൂടുതൽ ആഴങ്ങളിലുള്ള ചോദ്യങ്ങളുമായി വീണ്ടും ഒരിക്കൽ കൂടി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivjyotimedia@gmail.